7:15 സ്കൂളിൽ പോകും, 8 o'clock സ്റ്റാർട്ട് ചെയ്യും, പിന്നെ 3:15 സ്കൂൾ കഴിയും, 4 o'clock തിരിച്ചു വരും, വീട്ടിൽ വരും. അത് കഴിഞ്ഞിട്ട് പിന്നെയുള്ള ആക്ടിവിറ്റീസ് എന്താണ്? പിന്നുള്ള ആക്ടിവിറ്റീസ് കുളിക്കുക, അപ്പം തന്നെ എനിക്ക് വല്ല ക്ലാസ് ഉണ്ടാവും, ഇപ്പം വെസ്റ്റേൺ മ്യൂസിക് പോലെ അറ്റൻഡ് ചെയ്യുക. അത് അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് പ്രാർത്ഥിക്കാൻ സമയവും. അത് കഴിഞ്ഞിട്ട് അമ്മ വരും, അപ്പം എന്താണ് നോട്ട്സ് ഒക്കെ എഴുതിയത് പഠിക്കും. അതുപോലെ തന്നെ ചില കാര്യങ്ങളും കൂടെ പഠിച്ചിട്ട് ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് നേരം സംസാരിച്ചിട്ട് കിടന്നുറങ്ങും. അങ്ങനെയാണ്. അഭിനയിക്കാൻ പഠിപ്പിക്കുന്ന ആരാണ്? അമ്മയാണോ അച്ഛനാണോ? അഭിനയിക്കാൻ രണ്ടുപേരും എന്നെ ഹെൽപ്പ് ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ദേവു, ഇപ്പൊ അത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിൽ അത് പറ്റൂലേ? ഇപ്പൊ ഞാനൊരു റിയാക്ഷൻ ഇട്ടു, അവര് പറയും ഇങ്ങനെയാണെങ്കിൽ ഇത്രയും കൂടെ നന്നാകൂലേ. അമ്മ അഭിനയിച്ച് കാണിക്കോ? അങ്ങനെ അമ്മ അച്ഛനും രണ്ടുപേരും അഭിനയിച്ച് കാണിക്കോ? രണ്ടുപേരെയും കൂടെ സിനിമയിൽ എടുക്കാൻ പ്ലാൻ ഉണ്ടോ? അച്ഛന് കൊറേ ഇത് പറയുന്നുണ്ട്, പക്ഷെ അച്ഛൻ പറയുന്നത് ഇപ്പൊ അച്ഛൻ ഷൂട്ടിങ്ങിന് പോയാൽ പിന്നെ ഞാൻ എന്തെങ്കിലും ചോദിച്ചാൽ അച്ഛന് പെട്ടെന്ന് വരാൻ പറ്റൂലല്ലോ. അച്ഛൻ ഒരു പ്രാവശ്യം മൈസാൻഡയിൽ അഭിനയിച്ചിരുന്നു, അപ്പം പെട്ടെന്ന് ഞാൻ വിളിച്ചപ്പോ അച്ഛന് വരാൻ പറ്റിയില്ല, അതുകൊണ്ട് അച്ഛന് സങ്കടമായി. ആണോ? അതുകൊണ്ട് അച്ഛൻ അഭിനയിക്കണ്ട, മോളുടെ കൂടെ വരാൻ തീരുമാനിച്ചല്ലേ? അച്ഛന്റെ അഭിനയ മോഹങ്ങളൊക്കെ അച്ഛൻ മാറ്റി വെച്ചല്ലേ? അറിയപ്പെടാനും ഒരു ഭാഗ്യമുണ്ടാവും. തീർച്ചയായിട്ടും. അതുകൊണ്ട് അച്ഛൻ അതിന് വേണ്ടിട്ട് മാറി നിന്നാണല്ലേ മോക്ക് വേണ്ടിട്ട്. അപ്പൊ മോൾ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ടോ എന്നാലും അച്ഛനും കൂടെ സിനിമയിലേക്ക് വാ, എന്റെ കൂടെ നമുക്ക് രണ്ടുപേരും കൂടെ അഭിനയിക്കാം? എനിക്ക് ആദ്യം മോഹം ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പം എല്ലാരും ചോദിക്കുന്നത് നമുക്ക് കേക്കാലോ, അപ്പം മനസ്സിലാകും. തിരക്കാണ്, അതുകൊണ്ട് അച്ഛന് കുഴപ്പമില്ല. അച്ഛന് പിന്നെ എപ്പോഴും എന്റെ പേരിൽ അറിയപ്പെടുന്നുള്ള, അപ്പം ഐ വാണ്ട് ടു മേക്ക് ഹിം പ്രൗഡ്. ഓ റിയലി? It's so sweet. അപ്പൊ ഏതായാലും ഒരു പട്ടിക്കുട്ടിയെ പൂച്ചക്കുട്ടിയെ ഒക്കെ വാങ്ങിച്ചു തരാൻ പറഞ്ഞോ? എനിക്ക് ഈ സിനിമയുടെ പ്രൊഡ്യൂസറായ ആന്റോണിൽ ഒരു ബീഗിളിനെ തരാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാ ഇപ്പൊ? അതെനിക്കറിയില്ല, പക്ഷെ എനിക്ക് പെറ്റ്സ് അല്ലാതെയും ഉണ്ടായിരുന്നു. വീട്ടിലുണ്ടായിരുന്നു. എനിക്ക് പട്ടിക്കുട്ടി ഉണ്ടായിരുന്നു, പാരറ്റ് ഉണ്ടായിരുന്നു, ചിക്കൻ ഉണ്ടായിരുന്നു, റാബിറ്റ് ഉണ്ടായിരുന്നു, ലവ് ബേർഡ്സ് ഉണ്ടായിരുന്നു. ഇതുവരെ പൂച്ച ഉണ്ടായിട്ടില്ല. ആണ്, ഇതുവരെ ഇത്രയും സാധനങ്ങളൊക്കെ ഉണ്ട്. അത് ശരി, ഇത്രയും ഭയങ്കര. അപ്പൊ ഈ വീട്ടില് മൊത്തത്തില് നിറച്ച ആളുണ്ട്, സിബ്ലിങ്സ് ഇല്ലെങ്കിൽ എന്താ ഇത്രയും ആൾക്കാർ വീട്ടിലുണ്ടല്ലോ അല്ലേ? അല്ല, അത് ഓരോരുത്തരും ഓരോ ടൈം ലൈനിലാണ് വന്നത്. അതെ, അത് ശരി. ഏറ്റവും ആദ്യം വീട്ടിൽ വന്ന ആരാണ്? പട്ടിക്കുട്ടി. പിന്നെ പട്ടിക്കുട്ടി വലുതാവുന്നു? അല്ല, വീട്ടില് ഇല്ല. പട്ടിക്കുട്ടി ലാപ്സാപ്സ് ആയിരുന്നു. അപ്പൊ ഒന്നാമത് കുരയ്ക്കലാണ് എന്റെ മെയിൻ ജോലി. അമ്മയ്ക്ക് മൈഗ്രെയിൻ ഉണ്ടായിരുന്നു ആ സമയത്ത്. അപ്പം പട്ടി ഇങ്ങനെ കുരയ്ക്കുമ്പോ മൈഗ്രെയിൻ വരും, അതുകൊണ്ട് കൊടുത്തു. പിന്നെ ആ സമയത്ത് എനിക്ക് സങ്കടം വരാനുള്ള പ്രായമായി, അതുകൊണ്ട് കുഴപ്പമില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ലാസ്റ്റ് ഉണ്ടായിരുന്ന ഒരു ബേബി പാരറ്റ്, അത് ആദ്യം കിട്ടി, അതിൻ്റെ കൂടെ ഇണങ്ങിയപ്പോഴാണ്